സോ ലെറ്റ് us സ്റ്റാർട്ട് മാഗി. ഈ ഒരു വീഡിയോ തുടക്കത്തിലേ ഞാൻ പറയുന്നു, ഈ ഒരു യൂണിവേഴ്സ്, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിനകത്ത് നടക്കുന്ന ആ ഒരു ലൂപ്പും ആ ഒരു ഇഷ്യൂസും അറിയുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഭയങ്കര എന്താ പറയുക എൻഗേജിങ് ആവും. അല്ലാത്തവർക്ക് എന്തിനാണ് ആ സീക്രട്ട് ഏജൻറ്റ് നീ ഇവരുടെ കുടുംബകാര്യം ഞങ്ങളോട് കൊണ്ടുവന്ന് പറയുന്നേ എന്നുള്ളൊരു ചോദ്യം കമൻറ്റ് ബോക്സിൽ വരാം. ഓക്കെ, പക്ഷേ ഈ ഒരു ലൂപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് റിയാക്ഷൻ ചാനലുകളിൽ കുറേ എക്സ്പ്ലനേഷൻസ്, കുറേ റിവീലിംഗ് കാര്യങ്ങളൊക്കെ വന്നതിനെ തുടർന്നിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ ഒരു അമ്മ അച്ഛൻ സംസാരിച്ച വീഡിയോ കൊണ്ടുവന്നിട്ട് അതിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇതിവിടെ തീരുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ എന്നുള്ളത്. വെരി അൺഫോർച്ചുനേറ്റ്ലി ഈ അമ്മയും അച്ഛനും പലരെയും വിളിക്കുന്നുണ്ട്, ഈ അമ്മയും അച്ഛനെയും പലരും വിളിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇവർ തുറന്നടിച്ച പോലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവർ ലൈഫിൽ നടന്നതെന്നുള്ളത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച കാര്യങ്ങളൊക്കെ പലരും ചാനലിൽ പറയുന്നുണ്ട്, പലരും പറയാതെ പറയുന്നുണ്ട്. പലർക്കും ഇവരുടെ കുടുംബക്കാരോ ഫ്രണ്ട്സോ ആയിട്ടുള്ള ആളുകൾ ഇവരുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളുടെ വോയിസ് അയച്ചു കൊടുക്കുന്നുണ്ട്. സോ എന്താണെങ്കിലും ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്ന ഇവരുടെ ചെറിയ മകളും ഇവർ ആ മകൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് വെച്ച ചെക്കനും, ഓക്കെ, ഇവരുടെ തലയിലേക്ക് കംപ്ലീറ്റ് ബ്ലെയിം, എസ്പെഷ്യലി ആ ചെക്കൻ്റെ തലയിലേക്ക് കംപ്ലീറ്റ് ബ്ലെയിം പോകുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫൈൻ. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഫാമിലിയിൽ അച്ഛനും അമ്മയും, ഉപ്പും മുളകും ഉണ്ടായിട്ടുള്ള അച്ഛനും അമ്മയും ഇതുവരെ ഒരു ബ്ലെയിം ഗെയിം, അവരെ മകളെ കുറ്റം പറയുന്നു എന്നല്ലാതെ ദ എക്സാക്റ്റ് റീസൺ റിവീൽ ചെയ്തിട്ടില്ല. അവരുടെ ചാനലിൽ ഏത് ഈ കുഞ്ഞൻ എന്ന് പറഞ്ഞുള്ള കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻഡും അവരും തൊട്ടും തൊടാതെയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷേ എന്നാൽ നാട്ടിലെ എല്ലാ റിയാക്ഷൻ ചാനലിലും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സിനും അവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അറിയാം. ഞാനത് ഭയങ്കര ഞെട്ടിപ്പോയി, സത്യത്തിൽ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് എന്തുവാണ് ഇത്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇവരാ പല യൂട്യൂബേഴ്സിനെയും വിളിക്കുന്നുണ്ട്, അവരിവരെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി എവിടെയെങ്കിലും ഇപ്പോൾ രണ്ട് സൈഡും ഉണ്ടാവും. ആ കുട്ടി ഹസ്ബൻഡും വിളിക്കുന്നുണ്ട്, ഈ അച്ഛനും അമ്മയും വിളിക്കുന്നുണ്ട്, എല്ലാവരും എല്ലാം പറയുന്നുമുണ്ട്. പിന്നെ ഓബിയസ്ലി ഇതൊക്കെ പുറത്ത് വന്നോട്ടെ, അവരിലൂടെ പുറത്ത് വരരുത്, ബാക്കിയുള്ളവർ പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ എന്നുള്ള മൂഡിൽ തന്നെ ആയിരിക്കണം മേ ബി. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്ത് പറയാനാണ്? കാരണം അവരവരുടെ ചാനലിൽ പറയാത്തൊരു കാര്യം, അല്ലെങ്കിൽ അവരവരുടെ ചാനൽ ത്രൂ റിവീൽ ചെയ്യാത്തൊരു കാര്യം, ദ ബെറ്റർ തിങ് ടു ഡു വേറെ എവിടെയും അവർക്ക് റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവർക്ക് അത്രയും ട്രസ്റ്റ് ഉള്ള ആളുകളോട് അവർക്ക് റിവീൽ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് പറയാതിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പറയാം അവരുടെ ചാനലിലൂടെ മാത്രമേ റിവീൽ ചെയ്യുന്നുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെന്നുണ്ടെങ്കിലും വന്ന കാര്യങ്ങളെല്ലാം ഓക്കെ എല്ലാം കറക്റ്റാണ് എന്നുള്ള രീതിയിൽ ഇവരുടെ ഫസ്റ്റ് മകളും ഹസ്ബൻഡും വന്നിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതായത് ഈ പറഞ്ഞ റിയാക്ഷൻ ചാനലുകളിലെല്ലാം കണ്ട കോണ്ടൻറ്റ്, അവർ പറഞ്ഞ കോണ്ടൻറ്റ് കറക്റ്റാണ് എന്നുള്ള രീതിയിൽ ഇവരുടെ മൂത്ത മകളും ഹസ്ബൻഡും വന്ന് വീഡിയോ ഇടുന്നു. അവരതിന് റീസൺ പറയുന്നത് അവരിലേക്ക് ബ്ലെയിം ചെല്ലുന്നു. അച്ഛനും അമ്മയിൽ നിന്നല്ല, അവർക്കല്ല. ഏറ്റവും കൂടുതൽ ഈ കുട്ടിക്ക് കല്യാണം ഉറപ്പിച്ചു വെച്ച വ്യക്തിയും തമ്മിൽ ഒളിച്ചോടി പോകാൻ കാരണക്കാരായത് ഈ ചേച്ചിയും ഹസ്ബൻഡും ആണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട്, പല സ്ഥലങ്ങളിലും ഇവർ വില്ലന്മാരായതുകൊണ്ട് ഇവർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ആർക്കെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക്കാണെങ്കിൽ ഡ്രോപ്പ് ഇറ്റ് ഹിയർ, ഇവിടെ നിർത്തിക്കോ, ഒരു വിഷയമില്ല. ഇത് കണ്ടിട്ട് പിന്നെ വന്നിട്ട് നീ എന്തിനാണ് അത് പറഞ്ഞ് ഞങ്ങൾ എന്തിനാ കാണിച്ചതെന്ന് ചോദിക്കരുത്. ഈ ലൂപ്പിലുള്ളവർക്ക് മാത്രം കണക്റ്റ് ആവുന്ന ഒരു പരിപാടിയാണിത്. ഫൈൻ. എന്താണെങ്കിലും ഇവരിട്ട വീഡിയോ നമുക്ക് നോക്കാം.
ഞങ്ങൾ ഈ ടോപ്പിക്കിൽ ഇടപെടാത്തതിന്റെ മെയിൻ കാരണം നാളെ ഒരിക്കൽ ഈ വീട്ടിലേക്ക് അങ്ങനെ കയറേണ്ടി വന്നാ, എന്തായാലും ബന്ധുക്കളാണ്, തിരിച്ച് എന്നെയും കാണ്ടി വന്ന മിണ്ടണല്ലോ. ഞങ്ങളെ വശത്തുനിന്നൊരു പ്രശ്നം വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇതുവരെക്കും ഞങ്ങൾ ഇതിനെ കുറിച്ച് മിണ്ടാത്തതിന്റെ മെയിൻ കാരണം. അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല. നമ്മള് ഇനി കുറച്ചു കാലം ഉണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ, അത് കഴിഞ്ഞാൽ ഒന്നിച്ച് കഴിഞ്ഞാൽ സംസാരിക്കണല്ലോ. ഒറ്റ ഇതിന്റെ മുകളിലാണ് നമ്മൾ ഇത്രയും കാലം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കാതെ നമ്മുടെ ഭാഗം ഓക്കെ നമ്മളെ വിളിക്കുമ്പോഴും അത് അത്രേ ഉള്ളൂ, നമ്മൾ നിസ്സാരാക്കി കളഞ്ഞിരുന്നത്. ഫെയർ ഇനഫ്. ഇതുവരെ അവരിടപെടാത്തതും അല്ലെങ്കിൽ ഇത്രയും കാലം ബ്ലെയിം വന്ന സമയത്തും മിണ്ടാതിരുന്നതും ഒക്കെ നാളെ കാണേണ്ട മുഖങ്ങൾ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, നാളുകളിൽ കാണേണ്ട മുഖങ്ങൾ തന്നെയാണ്. ഒരു ഫാമിലിക്കകത്ത് അച്ഛൻ, അമ്മ, മക്കൾ എന്ന് പറയുന്ന സമയത്ത് നാളെ കാണേണ്ട മുഖങ്ങൾ തന്നെ ആയിരിക്കും. സോ ഒരു കാര്യം പബ്ലിക്കിൽ നിങ്ങളങ്ങോട്ട് പറയുമ്പോൾ അതിൻ്റെ വേവ്സ് അങ്ങനെ കിടക്കുമോ അതിനകത്ത്? അതിനി ഇത് സോഷ്യൽ മീഡിയ ഈ ഒരു ഇന്നവിറ്റബിൾ സാധനത്തിൻ്റെ തുടക്കം മാത്രം. നിങ്ങളൊരു ജനറേഷനിലോ എൻ്റെ ഒരു ജനറേഷനിലോ നമ്മളൊരു ജനറേഷനിലോ നിൽക്കുന്ന പരിപാടിയല്ല. ദിസ് വിൽ പാസ് ഓൺ. അടുത്തൊരു ജനറേഷനിലേക്ക് ഇത് പാസ് ചെയ്ത് പോകും. ബിക്കോസ് നമ്മുടെയൊക്കെ മക്കളും ഇതേ സോഷ്യൽ മീഡിയ വഴി തന്നെ. ഇപ്പോൾ പണ്ടത്തെ ഒരു സാധനമല്ലേ ഡോക്ടർ മകൻ ഡോക്ടർ, എഞ്ചിനീയർ മകൻ എഞ്ചിനീയർ എന്നുള്ള സ്കീമിലേക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടോ, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇതിൽ നിന്ന് വരുമാനം കിട്ടി ജീവിച്ച് വരുന്ന, ഇതൊരു ജോലിയായിട്ട് കാണുന്ന ആളുകളുടെ മക്കൾക്കൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഉണ്ട്. അവർ നമ്മളെക്കാൾ നല്ല അഡാപ്റ്റേഷനിൽ നല്ല രീതിയിൽ ഇവോൾവ് ചെയ്തിട്ടുള്ള നല്ലൊരു ബെറ്റർ അല്ലെങ്കിൽ നല്ലൊരു പുതിയ വേർഷൻ ഓഫ് സോഷ്യൽ മീഡിയ യൂട്യൂബർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഇൻഫ്ലുവൻസർ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് അവർ വരും. അവരെ ആ രീതിയിൽ കൊണ്ടുവരാൻ നമ്മളും ശ്രമിക്കും. കാരണം നമുക്ക് നല്ല ഏണിങ്സ് കിട്ടുന്നുണ്ട്. മക്കളും വളർന്നു വരുമ്പോൾ ഈ പ്ലാറ്റ്ഫോം വലുതാവുന്നു, ഈ ഒരു എന്താ പറയുക ജോബ് ഓപ്പർച്യൂണിറ്റി വലുതാവുന്നു, ഏണിങ്സ് വരുന്നു. ഇവിടുന്ന് കിട്ടുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് നമ്മൾ അതേപോലെ അവർക്ക് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു ജനറേഷനിൽ നിൽക്കില്ല. ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയ നമ്മളെ നെക്സ്റ്റ് ജനറേഷനെ വരെ ബാധിക്കുന്ന രീതിയിലായിരിക്കും ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആൻഡ് അവരുടെ ക്വസ്റ്റ്യനിങ് പിന്നെ നമുക്ക് വരും. നിങ്ങൾ അച്ഛനും അമ്മയും പണ്ട് ആ വീഡിയോ ഇട്ടിട്ടല്ലേ, നിങ്ങൾ അമ്മ ആ കാര്യം പറഞ്ഞിട്ടല്ലേ, അത് നമ്മൾ കേൾക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് പോകും. സോ ബെറ്റർ ഒരു ഓഡിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ബാക്കിയുള്ളവർ പറഞ്ഞ കാര്യങ്ങളെടുത്ത് എൻഡോസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പ്രോബ്ലം ആയിരിക്കും ലൈഫിൽ. ഈ ഒരു ആലോചന വന്ന ടൈമിൽ കൊടുങ്ങല്ലൂരാണ് സ്ഥലം. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അന്വേഷിക്കും. അച്ഛൻ്റെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, ബന്ധുക്കൾ അങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഈ പറഞ്ഞ വ്യക്തി, എപ്പോൾ പറയില്ലേ, എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, ചേച്ചി ഈ വ്യക്തിയോടും ചോദിച്ചു നോക്ക്, ആളും കൊടുങ്ങല്ലൂരാണല്ലോ എന്ന്. ആ പെൺകുട്ടിയുടെ പേരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ആള് അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് അപ്പോൾ ആ പേര് ഇതിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു, അവളെ വിളിച്ചു, എടുക്കണില്ല, കിട്ടിയില്ല. അപ്പൊ ഇതില് ആ ഒരു വ്യക്തി ആദ്യം പറഞ്ഞത് ഷെബിനാണ് ഇതിന്റെ പിന്നില് വന്നത് എന്നുള്ളതാണ്. ഈ വ്യക്തിയായിട്ട് സംസാരിച്ച് ഇതിന്റെ പ്രൂഫ് വന്നത് എനിക്കാണെന്നുള്ള ഫോണിക്കാണെന്നാ പറഞ്ഞത്. പക്ഷെ ഇത് ഈ ഫോണ് തിരിച്ചു കഴിഞ്ഞാൽ അതിലുള്ള തെളിവുണ്ട്. ഇത് ആരുടെ ഫോണിക്കാണ്, ഈ പറഞ്ഞ വ്യക്തിയുടെ നമ്പർ എന്റെ കയ്യിലില്ല. എന്റെ ഫോണിക്കാണ് വന്നത്, എന്റെ കൂട്ടുകാരിയാണ്. അപ്പൊ എനിക്കാണ് അയച്ചത്. അപ്പൊ അല്ല, ആ ഒരു ക്ലാരിറ്റി ഞാൻ പറഞ്ഞിട്ട്, ഈ ഫോൺ എന്റേക്ക് വന്നു എന്ന് പറഞ്ഞത് ഈ ഫോൺ തിരുത്തി കഴിഞ്ഞാൽ അത് ആരാണ് എന്താണെന്നുള്ള കൃത്യമായുള്ള ഇത് വരും. അപ്പൊ അത് ഞാൻ തിരിക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ ഇനി കാണേണ്ടവരാണ്. ഈ ഒരു ഇഷ്യൂ വലുതാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അയാൾ പറഞ്ഞു ഷെബിനാണ് ഇതിന്റെ പിന്നില് മെസ്സേജ് അയച്ച് ഇത് പുറത്തു കൊണ്ടുവന്നേന്ന്. ആദ്യം കളിച്ച എന്റെ സഹോദരി തന്നെയാണ്. അതിന്റെ മെയിൻ കാരണം ഞാൻ പറയാം. എന്നിട്ട് ഞാൻ മെസ്സേജ് ഞാൻ വിട്ട് കളഞ്ഞു. എനിക്ക് ഇതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ലൈഫ് നോക്കി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ വർക്ക്, എൻ്റെ കുട്ടി, എനിക്ക് എന്താ പറയാ, അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞു നടക്കുന്നത് ഒക്ടോബർ 20 അല്ല, പെണ്ണ് കണ്ടതിന് ശേഷം അതിന്റെ 2ാമത്തെ ദിവസം കൊണ്ട് ഈ വ്യക്തി എന്നോട് മെസ്സേജ് ഏൽപ്പിച്ചിട്ടുണ്ട് വിളിക്ക്. എന്നിട്ട് ഞാൻ പിന്നെ മെയിൻ ചെയ്തപ്പോ എന്നോട് വീണ്ടും വിളിക്കുക എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഒരു സെലിബ്രിറ്റികൾ ഞാൻ ബുദ്ധിമുട്ടി നിൽക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അവൾ അത്യാവശ്യം സെലിബ്രിറ്റി നിൽക്കണോണ്ട് തന്നെ അവൾക്ക് തിരക്കുണ്ടാവും അറിയണോണ്ട് ഞാൻ അവളെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്റെ സഹോദരനെയാണ് ഒന്ന് വിളിച്ചു നോക്കുക, ഒന്ന് അന്വേഷിക്കുക എന്താണെന്ന് അറിയാലോ എന്നിട്ട് എന്നോട് എന്റെ റൂമിൽ ഇരുന്നിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് എന്റെ റൂമിൽ ഞാൻ കിടക്കുമ്പോഴാണ് എന്നോട് വിളിപ്പിച്ചത്. അപ്പോഴും അവൾ എടുക്കാതെ 2-3 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഞാൻ പറഞ്ഞ എൻഗേജ്മെന്റ് ഡേറ്റ് ഒക്ടോബർ 20 ഈ റിസൾട്ട് വരുന്നത് നമുക്ക് മെസ്സേജ് വരുന്നത് 21/8/2024 ഒക്ടോബർ 10ാം മാസം 8ാം മാസത്തിലെ
ചെക്കന്റെ വീട്ടിൽ പോകാണ്ട് മുന്നേ തന്നെ 6:36 ഈ സാധനം നമുക്ക് മെസ്സേജ് വരുന്നത്. അങ്ങനെ അവള് കണ്ടത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നമ്മള് അപ്പളിക്കും പറഞ്ഞില്ല. ചെക്കൻ്റെ വീടാനായിട്ട് ഇങ്ങനെ ഏകദേശം ഉറപ്പിച്ച് ചെക്കന്റെ വീട് കാണാൻ പോണ ചടങ്ങിന്റെ ക്ഷണിക്കാൻ പോണ അന്നൊക്കെയായിട്ടാണ് നമുക്ക് ഈ മെസ്സേജ് വന്നത്. വെള്ളം വന്ന ആവശ്യം ഞാൻ എന്റെ കൂട്ടുകാരോട് തന്നെ പറഞ്ഞു, അതിപ്പോ ഇനി വീട്ടില് പറയണില്ല, പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ കല്യാണം മുടക്കണ പോലെ ആവില്ല, ഞാൻ പറയണില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ പറഞ്ഞു, പക്ഷെ നീ ഇത് പറയണം, നാളെ ഒരിക്കൽ സഹോദരി ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വന്നാ നീ ഇത് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു എന്നുള്ള പേര് എനിക്ക് അവരോട് നീ പറയണം എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഒരു പോസ്റ്റിനകത്ത് ഇവർ പറയുന്നത് ഏതോ ഒരു സെലിബ്രിറ്റി, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി, എ ലേഡി, എ സ്ക്രീൻഷോട്ട്. ഓക്കെ, എ സ്ക്രീൻഷോട്ട്. ഇതിലെനിക്ക് കണക്റ്റ് ആവാത്തത്, ഈ കുട്ടി കല്യാണാലോചന വന്ന സമയത്ത് എന്തുകൊണ്ട് ആ ഏരിയയിൽ ആ സെലിബ്രിറ്റിയോട് ചോദിക്കുക എന്ന് ആദ്യം ചേച്ചിയോട് പറഞ്ഞു എന്നുള്ളതും, ലേറ്റർ ഓൺ ചേച്ചിയോട് ഈ കുട്ടി ചോദിക്കുക എന്ന് പറഞ്ഞത് സെയിം സെലിബ്രിറ്റി ആണോ ഇവർക്ക് ഈ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തേ എന്നുള്ളതും, ഈ സ്ക്രീൻഷോട്ട് കണ്ടതോട് കൂടിയിട്ട് ഇവർക്ക് ആ ഒരു അനിത്യയെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയോടുള്ളൊരു ഇമേജ് ടാർണിഷ് ആവണം എന്നുണ്ടെങ്കിൽ അത് എന്ത് തരം സ്ക്രീൻഷോട്ടാണ് എന്നുള്ളതും, അങ്ങനെ കുറേ ഡൗട്ട്സ് എനിക്ക് വന്നു. ഓക്കെ, നമുക്കേ ഡൗട്ട് വരുന്നു. സോ ഒരു ഫാമിലിയിലേക്ക് അങ്ങനത്തെ ഒരു കാര്യം ചെല്ലുന്ന സമയത്ത് ഇറ്റ്സ് ക്വൈറ്റ് ഓബ്വിയസ് അത് ഡിസ്കസ് ചെയ്യാതിരിക്കില്ലല്ലോ. കാരണം നാളെ ഇല്ലെങ്കിൽ ഇവരുടെ തലയിലേക്ക് ഒരു ബ്ലെയിം വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണല്ലോ ഇവർക്ക്. ഇൻ കേസ് കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഈ സ്ക്രീൻഷോട്ട് അയച്ച ആ ഒരു സെലിബ്രിറ്റി ലേഡി മേ ബി ഇവരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതൊരു വലിയ ബിഗർ ഇഷ്യൂ ആക്കി കൊണ്ടുവന്നാൽ, അന്ന് ഇത് ചേച്ചിക്ക് അറിയാമായിരുന്നു, നിൻ്റെ ചേച്ചിക്ക് ഞാൻ അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ അന്ന് ഇവർക്ക് ചോദ്യം ചെയ്യലും ബ്ലെയിമിങ്ങും അന്ന് കേൾക്കുമല്ലോ. സോ ഇവരെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇവർ വീട്ടിൽ പറഞ്ഞതും അച്ഛനും അമ്മേനോട് പറഞ്ഞതും അല്ലെങ്കിൽ ഈ കുട്ടിയോട് പറഞ്ഞതും ഒരു തെറ്റായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. അപ്പം ആദ്യം ഞാൻ അമ്മോട് ലൈറ്റായിട്ട് ഞാൻ അമ്മോട് സൂചിപ്പിച്ചു, അമ്മ ഇങ്ങനെ ഒരു മെസ്സേജിൻ്റെ ദിവസം വന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരിക്ക് ഈ മെസ്സേജ് പോയത് പെണ്ണ് കാണാൻ വന്ന ആഴ്ചയിലാണ്. അത് നമ്മൾ ആലോചിക്കണം, ആ പെണ്ണ് കാണുന്ന അതേ ആഴ്ചയിലാണ് ഈ മെസ്സേജ് പോയത്, മുന്നത്തെ എന്ന് പറയാനില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. പണ്ടത്തെ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കില്ലായിരുന്നു. ആ ഒരു ആഴ്ചയിൽ വന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാനുള്ള കാരണം വന്നത്. ആ പെണ്ണാണ് വന്നപ്പോൾ നമ്മളോട് പെരുമാറിയ ചെക്കൻ്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല ക്യാരക്ടറായിട്ട് തന്നെയാണ് എനിക്കന്ന് തോന്നിയത്. അപ്പം അതുകൊണ്ട് എനിക്കിത് മുടക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, വലിച്ചു നിന്നില്ല. അപ്പോൾ ഞാൻ അപ്പം അമ്മ പറഞ്ഞു കുഞ്ഞിനോടും പറയണം, നാളെ കുഞ്ഞ് നമ്മളോട് ചോദ്യം വരരുത്. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞിന് ചാറ്റ് കാണണം എന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിന് ചാറ്റ് കാണിച്ചു കൊടുത്തു. ഓക്കെ സോറി, എൻ്റെ സഹോദരിക്ക് ഞാൻ ചാറ്റ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾ ആദ്യം ഓക്കെ, പിന്നെ അവന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചാൽ ഒത്തൊരുപ്പാക്കി നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, നമ്മൾ ആവശ്യം വിട്ടു. ഓക്കെ, ഇവരുടെ ഫാമിലിയിൽ ഈ ചാറ്റോ സാധനങ്ങളോ കാണിച്ചതിന് ശേഷം പിന്നെ അത് വിട്ടു എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും ഇവർ ഈ വീഡിയോയിൽ പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് ഇവരുടെ വീട്ടിൽ മാത്രം, ഇവരുടെ വീട്ടിൽ അച്ഛനമ്മ മക്കളിൽ മാത്രം ഒതുങ്ങി നിന്ന കാര്യങ്ങൾ പലതും ഈ പെൺകുട്ടി ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ എസ്കലേറ്റ് ആവുക, കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനും ഈ പെൺകുട്ടിയും മാത്രം തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളിൽ ഒരു ക്ലാഷ് വരിക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവർ ഇനി വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് പല സംഭവങ്ങളിലും. സോ നമുക്ക് ആ ഒരു കാര്യം കൂടി ഇനി കുറച്ചധികം ഉണ്ട്, അതും കൂടി നോക്കാം. അപ്പോൾ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ എന്തൊക്കെ കുറച്ച് മിസ്റ്റേക്ക് പറഞ്ഞു. അത് നമ്മൾ ആദ്യം മിണ്ടിയില്ല, കാരണം ഇത് പറഞ്ഞിട്ട് ഒരു പ്രശ്നം എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം നമ്മളെങ്ങനെ പറഞ്ഞൊരു കുടുംബകാലം ഉണ്ടാക്കുന്ന പോലെ അവര് ഞങ്ങൾ മിണ്ടിയില്ല. അതായത് ഇപ്പൊ വന്നത് ഇത് നമുക്കറിയാം, മുൻകൂട്ടി ഞങ്ങൾക്ക് അറിയാം. കാരണം എന്തെങ്കിലും ഉണ്ടായപ്പോ ചേട്ടനും ചേച്ചിക്കും അസൂയ കൊണ്ടാണ് എന്നുള്ളത് എന്തായാലും ഒബ്വിയസ്ലി ഞങ്ങൾക്ക് വരാനുള്ള ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാര്യം മിണ്ടിയില്ല. അപ്പൊ അത് അമ്മോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ജോലി കേസാണ് അവര് മാക്സിമം നോക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമ്മ എന്നോട് ചോദിക്കുന്നത് എന്തായി പിന്നെ അവർ ചിന്തിക്കുക ഞങ്ങൾ ഇത് അന്വേഷിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുശുമ്പോഴാന്നല്ല ചിന്തിക്കും. അത് ഇങ്ങനെ ചെറിയ കേസ് പറയുന്നുണ്ട് അമ്മ, അതുകൊണ്ടാണ് റെഡി ആവുന്നത്, അത് റെഡി ആയില്ല എന്ന് പറഞ്ഞു. അതും ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മോടും അച്ഛനോടും പറയുമ്പോൾ എൻ്റെ കൂടെ പുറപ്പുണ്ടായിരുന്നു, അല്ലാതെ ഞാൻ ചെക്കനോട് പറഞ്ഞിട്ടില്ല. എന്റെ കൂടെ പുറപ്പാണ് ഇവനെ വിളിച്ച് ഈ ചാറ്റിന്റെ കേസാണെങ്കിൽ ഇതെല്ലാം എന്റെ കൂടെ പുറപ്പാണ് അവനെ വിളിച്ച് പറയുന്നത്, അല്ലാതെ ഞങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഒരാളും ഈ കേസ് പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്ക് ഒരു ഇതിലും ഒരു മടിയില്ല. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റിന്റെ കേസാണ്.
ഓക്കെ. ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഈ പയ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ ഇഷ്യൂസ് ഇവർക്ക് ഇങ്ങനെ കിട്ടുന്നു. ഈ പയ്യന് വേണ്ടി ഒരു ജോബ് ചോദിക്കുന്നു, ആ ജോബ് കിട്ടാൻ വേണ്ടി ഇവർ ട്രൈ ചെയ്യുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അതിലെന്തോ ഫേക്ക് സാധനങ്ങൾ എന്തോ ആണ് തോന്നുന്നു. അങ്ങനെ 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 കുറേ ഇഷ്യൂസ് ഇവരുടെ വീട്ടിൽ ഇങ്ങനെ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പെർട്ടിക്കുലർ പയ്യനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ പെൺകുട്ടി, എനിക്ക് തോന്നുന്നത്, ഞാൻ ആ പെൺകുട്ടിയെ കുറ്റം പറയില്ല ഇതിന്, കാരണം ആ പെൺകുട്ടിക്ക് ഒരു പക്ഷേ ആ ഒരു ഷോർട്ട് ടൈം കൊണ്ട് ആ പയ്യൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ബിൽഡായി കാണും. അതുകൊണ്ട് ആ പെൺകുട്ടി എല്ലാം ആ പയ്യനോട് ഷെയർ ചെയ്ത് അപ്പുറത്തെ സൈഡിൽ ആ പയ്യൻ ഇത് കേൾക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇതെന്താ നിൻ്റെ വീട്ടുകാർ ഇങ്ങനെ പറയുന്നത്, നമ്മളെ തമ്മിൽ പിരിപ്പിക്കാൻ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ചിരിക്കാം, ഇവർക്ക് ഒരു റിലേഷൻ മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ ടോക്കായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ഈ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു, ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വീട്ടിനകത്ത് ഇവർ പരസ്പരം തമ്മിൽ ഒരു അടിയാകുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. എക്സാക്ട്ലി ഇതാണ് സംഭവിച്ചതെന്നാണ് എൻ്റെ ഒരു പോയിന്റ്. അതായത് അനിയത്തിയും ചേച്ചിയും തമ്മിൽ പ്രശ്നമാകുന്നു, ഈ പെൺകുട്ടിക്ക് വീട്ടുകാരോട് പ്രശ്നമാകുന്നു, വീട്ടുകാർക്ക് ഈ പെൺകുട്ടിയോട് പ്രശ്നമാകുന്നു. ആകെ മൊത്തം കല്യാണ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടി ഈ സ്വന്തം വീട്ടിൽ നിന്ന് മാറുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് സ്വയം മാറുന്നതോ അല്ലെങ്കിൽ മാറി എന്ന ഫീലിംഗ് ബാക്കിയുള്ളവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ കുറേ ഇഷ്യൂസും സാധനങ്ങളും സംഭവങ്ങളും ഉണ്ടായിട്ട് ഇവർ നേരെ ഈ ചെക്കൻ്റെ വീട്ടിൽ പോവാണ്. ഇതിന് മുമ്പ് കുറേ കൂടോത്രം സെറ്റപ്പ് പരിപാടികൾ അത് ഇത്. ഈ പെൺകുട്ടിയുടെ ഈ ചെറിയ കുട്ടി, ഇവരെ ഈ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്ന ഈ കുട്ടി ഈ പയ്യൻ്റെ കുറേ ഇഷ്യൂസ് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പയ്യനോട് ഇവരുടെ വീട്ടിൽ നടക്കുന്ന ഇഷ്യൂസ് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ചിലരുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. ഈ പയ്യനെ കുറിച്ച് ഇവരുടെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും ചേച്ചീൻ്റെയും അടുത്ത് കുറേ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഇവരെ മൈൻഡിൽ ഈ പയ്യനെ കുറിച്ചൊരു പിക്ചർ വരുന്നു. നേരെ ഈ പയ്യൻ്റെ അടുത്ത് ഇവിടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ചേച്ചീനെയും മറ്റേ ചേച്ചീൻ്റെ ഹസ്ബൻഡിനെയും കുറിച്ചൊരു കാര്യം പറയുന്നു. അവർക്ക് വേറൊരു പിക്ചർ കിട്ടുന്നു. ഈ കുട്ടിക്കും ഇതിനകത്തൊരു കൃത്യമായ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാനിത് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം തൊട്ട് എന്നെ കൊല്ലും, തട്ടും, കൂടോത്രം ചെയ്യും. എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അവന്റെ വീട്ടുകാർക്ക് വരെ കൂടോത്രം ചെയ്യണ വ്യക്തിയാണ്. എന്തൊരു 1000 കൂടോത്രം ഉണ്ടായാലും 500 ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കൂടെ എന്തോ ഉണ്ടാവും, എന്തോ ഗുളികൻ എന്തോ ഉണ്ടാവും. പിന്നെ അവനോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവന് എന്തെങ്കിലും വിഷമം തോന്നിയാൽ അവരോട് ഈ ഗുളികൻ പെരുമാറുന്നൊക്കെ ഇവളെന്നെയാണ് എന്നോട് സ്നേഹത്തോടെ ഇരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുള്ള കേസാണ് ഇത്. എന്നിട്ടാണ് ഈ ഗുളികയുടെ ആ ഗുളികയുടെ എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല കേട്ടാ. ഈ വീഡിയോ ആരെങ്കിലും കണ്ടുണ്ടോന്ന് അറിയില്ല, നമുക്ക് ഈ വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. ഈ ഒരു ഗുളികന്റെ എന്തോ സ്റ്റാറ്റസ്. പിന്നെ അതുപോലെ ഈ കുട്ടിച്ചാത്തങ്കാവ് കാവില് പോയിട്ടാണ് കൂടോത്രം ഇങ്ങനെ ചെയ്യുന്നത്, മാസത്തിലെ വീട്ടുകാർക്ക് ആർക്കും വേണ്ടി ചെയ്യുന്നത്. ഈ പ്രശ്നം ഉണ്ടായിട്ട് പിറ്റേ ദിവസം ആ വ്യക്തി അങ്ങോട്ട് പിറ്റേ ദിവസമാണ് ഈ അമ്പലത്തിൽ പോയിട്ട് സ്റ്റാറ്റസ് ഇട്ടിരിക്കുക. പിന്നെ മാർക്കോ സിനിമയുടെ വയലൻസ് അറിയാലോ, ഇട്ടിരിക്കണേന്ന് പറയും. പക്ഷെ ഇങ്ങനെ ഒന്നും ഇടാത്തൊരു വ്യക്തി ആള് കുറെ സ്റ്റാറ്റസ്, ഫ്രണ്ട്സുകളോട് കറങ്ങുന്ന സ്റ്റാറ്റസ് ഇടുന്ന വ്യക്തി ഈ പ്രശ്നം ഉണ്ടായി അന്ന് മുതൽ ഈ സ്റ്റാറ്റസ് ഇടുക. പ്രശ്നം അന്നും മുതൽ ഇങ്ങനെ ഓരോന്ന് ഇടുക. എന്റെ കൂടപ്പുറപ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ വയലൻസ് എന്താന്ന്. അവന്റെ കൂടപ്പുറപ്പുകളോട് അവന്റെ വീട്ടുകാരോട് ചെയ്യുന്ന കൂടോത്രങ്ങളുടെ കണക്കും സ്റ്റാറ്റസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതും പറഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ പോയപ്പോ ഇവന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവനായിട്ട് പ്രശ്നമുണ്ടായ ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ടൈമിൽ പ്രശ്നമുണ്ടായ ടൈമിൽ ഇവന്റെ സ്റ്റാറ്റസ് അയക്കാൻ പറ്റാതെ ഞാനും ബ്ലോക്ക് ചെയ്തു, അവന്റെ അമ്മയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് കാണാൻ വയ്യ, ഞങ്ങൾ രാത്രി വർക്കിന് പോണ ആൾക്കാരാണ്. എനിക്കിത് കാണുമ്പോൾ ഓരോ വണ്ടികൾ മുന്നിക്ക് വരുമ്പോ എനിക്ക് ടെൻഷൻ വരും. എനിക്ക് ചെറിയ മോളുണ്ട്, ആ മോളെ ഞാൻ വീട്ടിലാക്കിയിട്ടാ പോകണം. എനിക്ക് എന്തുവാടെ ഇത് സ്റ്റാറ്റസിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ വല്ല സാഡ് മൊമെന്റ് വന്നാൽ ഒരാളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു സ്റ്റാറ്റസ് ഇടും. നമ്മളൊക്കെ നോക്കുമ്പോൾ എന്താ ഇങ്ങനെ ഇവളോ ഈ സ്റ്റാറ്റസ് ഇട്ടതായിരിക്കും, അവരത് വേറെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടതായിരിക്കും. കാണേണ്ട ആൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമാവും. അതങ്ങനെ ഒരു യൂണിവേഴ്സ് എന്തായാലും പോട്ടെ. ഇനി കാര്യങ്ങൾ പോകുന്നത് ഇപ്പം ഈ ചാത്തൻ ഗുളികൻ ഇതിനകത്തും അന്ധവിശ്വാസമാണ്. അത് വിട്, ഇനി പറഞ്ഞ് മടുത്ത് ഞാൻ അവിടെ പറയണം. അടുത്ത് നമുക്ക് നേരെ പോകാനുള്ളത് ഇനി ഇവരെ വീട്ടിൽ പോയിട്ടുണ്ടായ പ്രശ്നങ്ങൾ. കുറേ പോലീസ് കേസ് റിലേറ്റഡ് സാധനങ്ങളുണ്ടെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയും ഹസ്ബൻഡും സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നു.
എൻ്റെ എഗെയിൻ ഇപ്പോൾ വീട്ടിൽ പോയ പ്രശ്നങ്ങളെ കുറിച്ച് പറയും. അവൻ അടിക്ക് ഓങ്ങിട്ട് എഴുന്നേറ്റ് അവര് നുണ പറയില്ല, അടിച്ചു എന്നൊന്നും ഞങ്ങൾ പറയില്ല. അടിക്ക് ഓങ്ങിട്ട് അവൻ എഴുന്നേറ്റ് നിന്നു. ഇരിക്കണോടത്തുനിന്ന് അവൻ ഭയങ്കര എഴുന്നേറ്റ് നിന്ന വശം ഞാനും കസാരന് എഴുന്നേറ്റ്, അച്ഛനും എഴുന്നേറ്റ്. ഷെബിനെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഷെബിനെ കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ ഇഷ്ടമല്ല. അവൻ എന്റെ പെണ്ണ് അങ്ങനെ എന്നെ പെണ്ണുപിടിയെന്ന് വിളിച്ചു. ഞങ്ങൾ പെണ്ണുപിടിയെന്ന് വിളിച്ചിട്ടില്ല. ഈ കേസ് ഉണ്ടായിട്ടും ഞങ്ങൾ എപ്പോഴും അവന്റെ മൊത്തം പെണ്ണുപിടി ഞാൻ വിളിച്ചിട്ടില്ല. ഈ കേസിന്റെ കുഞ്ഞിനോട് പറഞ്ഞിട്ടുള്ളൂ, എന്റെ കൂടപ്പുറപ്പിനോട് പറഞ്ഞിട്ടുള്ളൂ. ആ കൂടപ്പുറപ്പ് അവനോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞങ്ങൾ അവനെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ അടിക്ക് ഓങ്ങിയ ടൈമില് അടിക്ക് അവന്റെ എഴുന്നേറ്റ ടൈമില് അവന് വീടാണ്, അവന്റെ നാടാണ്, അത് ഡേറ്റിലാണ് അവൻ നിന്നത്. അവൻ നിന്ന വശം എന്റെ ഭർത്താവിനും എല്ലാം പറഞ്ഞു ഞാൻ ചൂടാവും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത എന്റെ ആൾക്കാരനെ ഞാൻ സ്നേഹിക്കുന്നതിനെ കുറിച്ച് വല്ലതും വന്ന് ഞാൻ അപ്പൊ ചൂടാവും. ഞാൻ അച്ഛൻ എഴുന്നേറ്റ വശം അമ്മ പിടിച്ചു. ഷെബിനെ തൊടില്ലാട്ടാ നീ എന്ന് പറഞ്ഞു. ഷെബിനെ തൊട്ടിട്ട് നീ എന്താ പറഞ്ഞ അച്ഛൻ എഴുന്നേറ്റ വശം അമ്മ അച്ഛനെ അപ്പൊ തന്നെ അച്ഛനെ പിടിച്ചു വലിച്ചു. 2 മിനിറ്റ് ഡയലോഗ് പറഞ്ഞേക്കുമ്പോഴത്തേക്ക് അച്ഛനെ പിടിച്ചിട്ട് അമ്മ വണ്ടി കൊണ്ടാക്കി നമുക്ക് പോവാം, നമുക്ക് എല്ലാവരും പോവാം. ഇവൻ അടിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റല്ലേ, ഇനിയിപ്പോ നമുക്ക് അവിടെ സംസാരിക്കാമല്ലോ. അവന്റെ ദേഷ്യം മാറിയിട്ടില്ല, പ്രശ്നങ്ങളൊക്കെ മാറ്റി. അതായത് എന്തെങ്കിലും ഈഗോസോ ഞങ്ങളെ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ വേണ്ട, ഒക്കെ കുഴപ്പമില്ല. പക്ഷെ അവൻ എഴുന്നേറ്റോടിട്ട് അവൻ ഇത് മാറ്റാൻ തീരുമാനമല്ല, നമുക്ക് മനസ്സിലായി നമ്മൾ പോവാന്ന് വിചാരിച്ച അച്ഛനും അമ്മയും പോയതിന്റെ പിന്നാലെ ഈ വ്യക്തിയുടെ അമ്മ വന്നിട്ട് ഡോറ് പൂട്ടി ചാവിയെ പിടിച്ചു. എന്റെ ഭർത്താവ് ആ വീട്ടിലെ ഉള്ളിൽ ഇട്ടിട്ട് പൂട്ടിട്ട് ചാവിയെ പിടിച്ചു. എന്തിനേ? അപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യം, അപ്പോഴും ഞാൻ ചൂടായിട്ടുള്ള ഇവനും എന്റെ അമ്മയും ലൈഫിൽ ഞാൻ കാണാത്ത അത്ര സൈലന്റും ഡീസന്റ് ആയിട്ട് അവര് പെരുമാറി. ഓക്കെ, ഇപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കല്യാണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവർ ഒളിച്ചോടാനുണ്ടായൊരു പ്രൈം റീസൺ ഇതാണ്. ഫാമിലി തമ്മിൽ സ്പ്ലിറ്റായി, അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ നടന്നത്. ഇവിടെ ഒരാളോട് മാപ്പ് ചോദിക്കേണ്ട ഒരു അവസ്ഥ, ഒരാൾ ചെയ്തത് മറ്റൊരാൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു, അപ്പം മാപ്പ് പറയാൻ മറ്റൊരാൾക്കൊരു പ്രശ്നം. വീട്ടിലെത്തിയ സമയത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന മകളുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു ചാടിക്കളി അടി ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും നമുക്കറിയാലോടെ. അങ്ങനെ ആകെ മൊത്തം ക്ലാഷായി, സീന് മാറി, ഒരു സാഹചര്യം കിട്ടി, ഈ കുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം ആ കുട്ടിക്ക് അപ്പം ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ വരെ ഇമ്പോർട്ടൻറ്റ് കല്യാണമാണ്, ഈ വ്യക്തിയാണ്. ആ കുട്ടി പോയി, ആ കുട്ടിയുടെ ചോയ്സ്, അതിലൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനോ ചോദിക്കാനോ ഒന്നും പറയാനൊന്നുമില്ല. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ബ്ലെയിം കേൾക്കുമ്പോൾ എല്ലാവരും ഈക്വലായിട്ട് കേൾക്കണം. അച്ഛനും അമ്മയും കേൾക്കണം, ഇവർ കേൾക്കണം, അവരും കേൾക്കണം. കാരണം നാട്ടുകാരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഒരു നോർമൽ ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഡെഫിനറ്റ്ലി ആണ്. പക്ഷേ നോർമൽ ഫാമിലി ഒന്നും നമ്മളെപ്പോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. അങ്ങനത്തെ അല്ലാത്ത ആളുകൾക്ക് ഇത് കാണുന്ന സമയത്ത് ഒരിക്കലും അത് അവർ സ്വന്തം ഫാമിലിയായിട്ട് ഇക്വേറ്റ് ചെയ്യില്ല. അവരെല്ലാവരും ഒരു സിനിമ കാണുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സീരിയൽ കാണുന്ന പോലെയോ ഇരുന്ന് കണ്ടിട്ട് ഇതിൽ കുറേ അഭിപ്രായങ്ങൾ പറയും, ചോദ്യങ്ങൾ പറയും, ചീത്ത വിളിക്കും. സോ ഡെഫിനറ്റ്ലി നിങ്ങളതൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക്. ബിക്കോസ് നിങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ, എൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ ബ്രെഡ് ആൻഡ് ബട്ടർ കഴിഞ്ഞു പോകുന്നത് യൂട്യൂബിലാണ്. സോ ബെറ്റർ ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് മാക്സിമം കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഈ ജനറേഷനിൽ നിൽക്കില്ല. ഇത് ഈ ജനറേഷനിൽ ഡെഫിനറ്റ്ലി അടുത്തൊരു ജനറേഷനിലേക്ക് ഇത് പാസ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ നാളുകളിൽ നിങ്ങൾക്ക് വേറെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഞാൻ വേറൊരു ബിസിനസ്സോ, ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണ്, ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോസോ കാര്യങ്ങളോ എൻ്റെ ഒരു അടുത്ത എൻ്റെ മക്കളുണ്ടാകുന്നത് നിൻ്റെ അച്ഛനുള്ള പണ്ട് അത്ര ഇങ്ങനെ പറഞ്ഞോ, നിൻ്റെ അച്ഛൻ, എൻ്റെ മക്കൾ കേൾക്കേണ്ടി വരും. ഞാൻ സ്റ്റിൽ ഇതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ വരുമ്പോൾ ഞാൻ അവരെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആക്കും. അപ്പോൾ അവർക്ക് വേറൊരു കോണ്ടന്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചെയ്ത കോണ്ടന്റുകൾ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഇക്വേറ്റ് ചെയ്യും ആളുകൾ. അതിൻ്റെ അച്ഛനെല്ലാം എന്നാ അപ്പോൾ ടു ബി എന്താ പറയുക, ഓൺ എ സേഫർ സൈഡ് ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം എല്ലാം എന്താ പറയുക ഒരുമാതിരി കംപ്ലീറ്റ്ലി വ്യൂവർഷിപ്പ് ബേസ്ഡ് ആണ്. ഞാനാണെങ്കിലും ഇവരാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും. പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പെൺകുട്ടി കുറേ ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ പെൺകുട്ടിയോട് ആ ചെക്കൻ ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച്, പരസ്പരം അടിയെക്കുറിച്ച്, ഇവർ തന്നെ ഒളിച്ചോടിയ സമയത്ത് ഇവരെ ചാനൽ വലുതായതിനെ കുറിച്ച്. See, the things are revolving around social media, channel views, revenue. തന്നെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇത് തന്നെയാണൊരു പരിധി വരെ. യെസ്, അത് ഞാൻ ഒരിക്കലും ഇല്ലയെന്ന് പറയില്ലല്ലോ, ഒരിക്കലും ഇല്ലയെന്ന് പറയില്ല. കാരണം എല്ലാവർക്കും
ഇത് തന്നെയാണ് വിഷയം, അരി തന്നെയാണ് വിഷയം. സോ അതുള്ളിടത്തോളം കാലം ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്ത് പറയേണ്ടാത്ത കാര്യങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ പുറത്ത് വരേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും വാണ്ടഡ്ലി അത് പുറത്ത് വിടാനോ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പുറത്ത് ഇടാനോ ഒക്കെ ഉള്ളൊരു ആ വൈറാലിറ്റി കീപ്പ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ എയർ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വിസിബിലിറ്റി കൂടും, വ്യൂവർഷിപ്പ് കൂടും, അരി കൂടും എന്നുള്ളൊരു സംഗതി നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ ഉള്ളൊരു പരിപാടിയാണ്. ഞാനും എപ്പോഴും പറയാറുണ്ട്. ബട്ട് കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് മാറ്റി വെച്ച് പിടിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദിസ് വിൽ ഡെഫിനറ്റ്ലി എഫക്റ്റ് അവർ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ളത് എന്നെപ്പോലെ ഇവരെ പോലെ അല്ലെങ്കിൽ ഇതേപോലെ ആക്റ്റീവായിട്ടുള്ള ആളുകളുടെ മനസ്സിലുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്. എൻ്റെ മനസ്സിലുണ്ട്. സോ ഐ എം ട്രൈയിങ് ടു ഗെറ്റ് ബെറ്റർ. സോർട്ട് ആവാൻ നോക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ വാണ്ടഡ്ലി വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്. കുറേ ടോപ്പിക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഓക്കെ കാംസായി, ലെറ്റ്സ് കീപ്പ് ഇറ്റ് സിമ്പിൾ എന്നുള്ളൊരു സാധനത്തിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. ബിക്കോസ് കുറേ കാര്യം കറക്റ്റ് ചെയ്യണം, കുറേ കാര്യം മാറ്റണം. ഇഫ് ഐ എം പാസിങ് ഓൺ ദിസ് ടു മൈ നെക്സ്റ്റ് ജനറേഷൻ കുറച്ചുകൂടി പ്യൂരിഫൈഡ് ആയിട്ട് കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈഡ്. ഉപ്പുമുളകും ലൈറ്റ് ഇനിയിപ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആ കുട്ടിയോ ഹസ്ബൻഡോ പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ എല്ലാവരും ഒന്നിക്കട്ടെ. ചുമ്മാ എന്തിനാണ് അല്ലെങ്കിൽ അവരൊക്കെ അവരുടെ ഓരോ കോണ്ടന്റ് നോക്കി ഇപ്പോൾ 3 ചാനലായി, 3 ചാനലായിട്ട് അങ്ങനെ പോട്ടെ. ഇതൊന്നും ഇനി ഒന്നും മിൽക്ക് ചെയ്യാനില്ല ആർക്കും. എൻ്റെ ഒരു ഇത് മിൽക്ക് ചെയ്യേണ്ടതൊക്കെ എല്ലാവരും മിൽക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഇനിയിപ്പോൾ ഈ പറഞ്ഞ അടുത്തൊരു ഉപ്പുമുളകും ലൈറ്റ് റിലേറ്റഡ് ആയിട്ട് വരാൻ വന്നൊരു കോൺട്രവേഴ്സി ചിലപ്പോൾ ഈ സ്ക്രീൻഷോട്ട് അയച്ച സെലിബ്രിറ്റി ലേഡി ആരാന്നായിരിക്കും അറിയില്ല. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അതും ആരെങ്കിലുമൊക്കെ എടുത്ത് പുറത്തിടും. അടുത്തൊരു കോൺട്രവേഴ്സി അവിടെ നിന്നാവും പൊട്ടാൻ പോണത്.